എന്തായാലും ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റും കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിൽ പറയുന്നുണ്ട്. അടുത്ത 25 വർഷത്തെ ദീർഘവീക്ഷണത്തോടെയാകും പദ്ധതിക്ക് മുൻഗണന നിശ്ചയിക്കുക. പദ്ധതി നടപ്പാക്കുന്നതിന് എന്താണ് തടസ്സം എന്ന് ആദ്യം അറിയണം. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന ഫണ്ട് മാത്രമാണ് മാസ്റ്റർ പ്ലാനിനായി ഇപ്പോഴുള്ളത്. ഫണ്ടാണ് തടസ്സമെങ്കിൽ ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് സ്പോൺസർമാരെ കണ്ടെത്തും. വൻകിട സ്ഥാപനങ്ങൾ ഇതിനായി ക്ഷണിക്കും. സന്നിധാനത്ത് ശ്രീകോവിലിൻ്റെ താഴെക്കൂടത്തേക്കാൾ ഉയരത്തിലുള്ള എല്ലാ കെട്ടിടങ്ങളും പൊളിക്കണമെന്നതും മാസ്റ്റർ പ്ലാനിലെ പ്രധാന നിർദ്ദേശമാണ്. തിരുമുറ്റത്തോട് ചേർന്നുള്ള തന്ത്രി മേൽശാന്തി മഠങ്ങൾ പൊളിച്ചു നീക്കുന്നതും പുതിയത് നിർമ്മിക്കുന്നതും, അപ്പം മരമണ നിർമ്മാണശാല മാറ്റിസ്ഥാപിക്കൽ, പുതിയ പ്രസാദ മണ്ഡപം നിർമ്മിക്കുക എന്നിവയ്ക്ക് മുൻഗണന വേണമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇതെല്ലാം പരിശോധിക്കും. എന്തായാലും ഡിസംബർ 29-നാണ് മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ അടുത്ത ഉന്നതാധികാര സമിതി യോഗം ചേരുന്നത്. പൈസയില്ല എന്നാണ് പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ശബരിമലയിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പം ഒരു കോമൺ സെൻസ് അത് വെച്ച് ചോദിക്കുകയാണ്, ഈ വരുന്ന ഭഗവാനിൽ സർവവും സമർപ്പിക്കുന്ന കോടിക്കണക്കിന് ഭക്തർ സമർപ്പിക്കുന്ന ഈ കോടിക്കണക്കിന് രൂപയൊക്കെ എവിടെ പോകുന്നു? ഈ പണം ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിന്, സന്നിധാനത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതാണ് BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ നേരത്തെ ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടൊരു കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല? എത്ര വന്നു, എത്ര ചിലവായി, എന്തിനൊക്കെ ചിലവായി എന്നതിനൊക്കെ സംബന്ധിച്ച് വിശദമായി തന്നെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ഭഗവാന് സർവം സമർപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് അവകാശമില്ലേ ആ സമർപ്പിക്കുന്ന തുക എങ്ങനെയൊക്കെ ചെലവഴിക്കുന്നു എന്നത്? അതറിയാൻ അവകാശമില്ല എന്ന് പറയാൻ ഇവർക്കെന്ത് അവകാശമെന്നാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമുക്ക് സംഘടിത സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് പോകേണ്ടത്. കടകംപള്ളിയിലേക്ക് എത്തിയപ്പോൾ അന്വേഷണത്തിനൊരു സഡൻ ബ്രേക്ക് വന്നു. ഇതാണ് നമ്മൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നോക്കാം, വിറ്റോ വിശ്വാസം. യെസ്, പ്രശാന്ത് ശങ്കരമംഗലത്താണ് നമുക്ക് കൃത്യമായി തന്നെ വിശകലനം നൽകാനായി പുത്തൻപുരയിൽ ചേർന്നത്. പ്രശാന്ത്, സ്വാഗതം പുത്തൻപുരയുടെ ഈ ഒരു പ്രത്യേക പതിപ്പിലേക്കൊപ്പം നല്ലൊരു ദിവസവും ആശംസിക്കുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. പ്രശാന്ത്, കടകംപള്ളിയിലേക്ക് അങ്ങ് എത്തിയപ്പോൾ ഒരു ബ്രേക്ക് വന്നോ ഈ SITക്ക്? ശ്യാം, തീർച്ചയായും ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ആദ്യം ഈ തുടക്കത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. ആ തുടക്കത്തിൽ ഈ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെ, ദേവസ്വം ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു നീക്കങ്ങൾ ദ്രുതഗതിയിൽ നടന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഉണ്ടാകുന്നു. CPM-ലെ തന്നെ ഉന്നതർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. N. വാസു അടക്കം, അതോടൊപ്പം തന്നെ പത്മകുമാർ. അതിന് പിന്നാലെ കടകംപള്ളിയിലേക്ക് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രിയായിരുന്നു, കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതോടുകൂടി തന്നെ അന്വേഷണത്തിൻ്റെ വേഗത മന്ദീഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്നത്. തുടർന്നിപ്പോൾ അതായത് ഈ കടകംപള്ളിക്കും അപ്പുറം ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ തുടർന്നെങ്ങോട്ടായിരിക്കും ഈ അന്വേഷണത്തിൻ്റെ ഗതി, അല്ലെങ്കിൽ അറസ്റ്റ് നടപടികളടക്കം ഉണ്ടാകുന്നത്? ഇനി കൂടുതൽ CPM ഉന്നതരിലേക്ക് എത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരുന്നു ചോദ്യമായി വരുന്നതെങ്കിൽ അപ്പോൾ അന്വേഷണം പോലും നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പത്മകുമാറിൻ്റെ മൊഴിയാണ്. ആ പത്മകുമാറിൻ്റെ മൊഴി തന്ത്രി കുടുംബത്തിനെതിരെ നടത്തുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടെത്തിച്ചതും അതോടൊപ്പം തന്നെ ശബരിമലയിലെ ഒരു അധികായനായി മാറാൻ കാരണക്കാരൻ അത് തന്ത്രി കുടുംബമാണ് എന്ന തരത്തിലൊരു മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയിലും ആസൂത്രിതം ആയിട്ടുള്ള നീക്കമുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ പത്മകുമാർ ഇപ്പോൾ ഈ 2 തവണ മൊഴി ആവർത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തന്ത്രി കുടുംബത്തിന് ഇതിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ളൊരു മൊഴി ആവർത്തിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആസൂത്രിതമായൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നാണ് ഇപ്പോൾ സംശയവും പൊതുജനങ്ങളും ചോദിക്കുന്നത്. കാരണം നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CPM ഉന്നതരിലേക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കുമെല്ലാം കേസിൻ്റെ ഗതി മാറുന്നു, അന്വേഷണം എത്തുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെ വഴിതിരിച്ചു വിടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഇപ്പോൾ തന്ത്രി കുടുംബത്തെ കൂടി ഈ കേസിലേക്ക് വഴിച്ച് ഇടുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു നീക്കമെന്നതും സംശയിക്കുന്നുണ്ട്. കാരണം മറ്റ് വഴികളില്ലാതാകുമ്പോൾ ഇതിനെ കേസിനെ തന്നെ വഴിതിരിച്ച് വിട്ടുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിച്ചെടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണോ ഇത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും
സംശയവും ആശങ്കയും ജനിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ തന്ത്രി കുടുംബത്തിൻ്റെ പേര് കൂടി വലിച്ചിടുന്നത്, കണ്ഠരർ രാജീവരെ കേസിലേക്ക് വലിച്ചിടുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സമാനതകളില്ലാത്ത സ്വർണ്ണക്കൊള്ളയാണ് ശബരിമല അയ്യപ്പൻ്റെ സന്നിധിയിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ CPM നേതാക്കൾ നടത്തിയത്. ആ നടത്തിയ സ്വർണ്ണക്കൊള്ളയുടെ ഓരോ വിവരങ്ങളും പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതി അടക്കം നേരത്തെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല സ്വർണ്ണക്കൊള്ള തുടക്കത്തിൽ തന്നെ BJP ആയാലും ശരി, ഹൈന്ദവ സംഘടനകളായാലും ഇതിൽ ആരോപിച്ചൊരു കാര്യമുണ്ട്. ഇതിൽ CPM നേതൃത്വത്തിന്റെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ന് ജന്മഭൂമി ഒരു പ്രധാനപ്പെട്ട വാർത്ത, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ജന്മഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൽക്കെട്ടാണ്. സർക്കാരിനെതിരായ ആരോപണം വിഴുങ്ങി പത്മകുമാർ മുൻകൂട്ടി തിരക്കഥ ഒരുക്കി എന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് മാത്രമായി പങ്കില്ലെന്നും സർക്കാർ തല നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നുമുള്ള ആദ്യമൊഴി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ രണ്ടാം ചോദ്യം ചെയ്യലിൽ വിഴുങ്ങി. കുറ്റം മുഴുവൻ തന്ത്രിക്ക് മേൽ ചാരി പത്മകുമാർ നടത്തിയ രണ്ടാം വെളിപ്പെടുത്തലുകൾ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്ന് SIT സംശയിക്കുന്നുണ്ട്. കാരണം അവിടെയാണ് നമ്മളൊക്കെ നേരത്തെ പറഞ്ഞത് പ്രശാന്ത്, അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു പത്മകുമാർ. ദൈവതുല്യർ അവർ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ തെറ്റ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു നിർണായകമായ ഇടപെടൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലരെ രക്ഷിക്കാൻ ബോധപൂർവം, ചില ഉന്നതരെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ തകൃതിയായി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, സംശയിച്ചാൽ അത് തെറ്റു പറയാനാവുമോ? ഒരിക്കലുമില്ല, അത്തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തുടക്കകാലത്തിലാണ് പത്മകുമാറിലേക്ക് കേസിൻ്റെ അന്വേഷണം എത്തുമെന്ന് അടക്കമുള്ള ഒരു സാഹചര്യം രൂപപ്പെടുമ്പോഴാണ് നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മകുമാറിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്, ദൈവതുല്യരായിട്ടുള്ള ആളുകൾ എന്നടക്കമുള്ളൊരു പരാമർശം അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ തിരിച്ച് അറസ്റ്റിലേക്ക് എത്തി ഈ ചോദ്യം ചെയ്യലടക്കം വരുമ്പോൾ അവിടെ ആ ഉന്നതർ, ആ ദൈവതുല്യരെ അവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ്. അവരെ ദൈവതുല്യരായിട്ടുള്ള കണ്ടവരൊന്നും പിന്നീട് ഇങ്ങോട്ട് അവരിലേക്കൊന്നും എത്തുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കാരണം അത് തന്നെയാണ് പത്മകുമാറിൻ്റെ മൊഴിയുടെ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആദ്യം പറഞ്ഞതല്ല പിന്നെ പറയുന്നത് എന്നതാണ്. അതാണ് പ്രത്യേക അന്വേഷണ സംഘവും ഇപ്പോൾ ഈ നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ആലോചിക്കുന്നത്. ഇതിലൊരു തിരക്കഥ രൂപപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു തിരക്കഥ തയ്യാറാക്കി ആ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണോ മൊഴി നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ശ്യാം. കാരണം ഇത് സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയിലെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൽ പ്രതിപട്ടികയിലുണ്ടാകുക CPMലെ ഉന്നത നേതൃത്വമായിരിക്കും. നമ്മൾ പറയുന്നത് പോലെ ഈ കടകംപള്ളി സുരേന്ദ്രനും അപ്പുറത്തേക്ക് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് പിന്നിലൊരു വലിയ ചാലകശക്തി ഉണ്ടോ എന്നതടക്കമുള്ളവ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ CPMനെ തന്നെ ഉന്നതരായവർ കൂടുതൽ പേർ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അത് വലിയ രീതിയിലുള്ള നാണക്കേട് മാത്രമല്ല, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, അടുത്ത വർഷം വരാനിരിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം കൂടിയുള്ളപ്പോൾ CPMലെ തന്നെ ഉന്നതർ അറസ്റ്റിലാകുന്ന ഒരു അവസ്ഥയുണ്ടായാൽ, അല്ലെങ്കിൽ അറസ്റ്റ് നേരിടുന്ന ഒരു അവസ്ഥയുണ്ടായാൽ, ഈ സ്വർണ്ണക്കൊള്ളയിൽ CPMലെ തന്നെ CPM നടത്തിയ സ്വർണ്ണക്കൊള്ളയാണെന്ന് അടക്കമുള്ള വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ അസത്യമോ തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകാൻ ഉള്ള സാധ്യത വളരെ വലുതാണ്. തീർച്ചയായും